ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് തികച്ചും പുതുമയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വളരെ പെട്ടെന്ന് ആപ്പസോഡയോ ഇനോയോ ചേർക്കാതെ സേമിയ കൊണ്ട് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിനു വേണ്ട ചേരുവകളെല്ലാം തയ്യാറാക്കി വയ്ക്കാം. സവാള അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, മല്ലിയില പൊടിയായി അരിഞ്ഞത്, വെർമിസെല്ലി അതായത് സേമിയ, റവ, ജീരകപ്പൊടി, നാരങ്ങ, തൈര് എന്നിവയാണ് ഈ അടദോശയ്ക്ക് വേണ്ടത്. ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. 1 കപ്പ് വെർമിസെല്ലി 4 മിനിറ്റ് സിമ്മിൽ വറുക്കുക. അതിനുശേഷം വറുത്തുകൊണ്ടിരിക്കുന്ന സേമിയയിലേക്ക് 1 കപ്പ് റവ ചേർത്ത് 2 മിനിറ്റ് വറുക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഉടനെ ഒരു ബൗളിലേക്ക് മാറ്റുക. വറുത്ത സേമിയയും റവയും പാനിൽ തന്നെ വെച്ചാൽ പാനിൻ്റെ ചൂടിൽ കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കപ്പ് തൈര് ചേർത്ത് കലക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് കൂടി ചേർത്ത് കട്ടിയിൽ കലക്കി ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കാണാം സേമിയയും റവയും നല്ലപോലെ കുതിർന്നു വന്നിരിക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടി, നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില അരിഞ്ഞത് എന്നിവ ചേർക്കുക. ഇനി 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കുഴയ്ക്കുക. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ചേർക്കാം. മാവ് കട്ടിയാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. മാവ് കുറച്ച് കട്ടിയിലായിരിക്കണം. നമ്മുടെ സേമിയ അടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അട ചുട്ടെടുക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. ഒരു ബ്രഷ് കൊണ്ട് എണ്ണ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് സേമിയ തൂവി കൊടുക്കാം. അതിനുശേഷം കുറച്ച് മാവെടുത്ത് അട പോലെ തട്ടുക. കുറച്ച് കട്ടിയിലാണ് അട പരത്തേണ്ടത്. ഇനി ഈ അടയുടെ മുകളിൽ കുറച്ച് സേമിയ കൂടി തൂവി കൊടുക്കാം. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് 2 വശവും നല്ലപോലെ മുരിയിച്ചെടുക്കുക. ഈ അട വെന്തു വരുവാൻ 7 തൊട്ട് 10 മിനിറ്റ് വരെ സമയമെടുക്കും. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കുക. നല്ല ക്രിസ്പി ഗോൾഡൻ കളർ ആവുമ്പോൾ കോരി മാറ്റാം. ഇങ്ങനെ എല്ലാ അടയും ചുട്ടെടുക്കുക. 2 ആൾക്കുള്ള അളവിലാണ് നമ്മൾ മാവ് തയ്യാറാക്കിയത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ അളവുകളും കൂട്ടുക. ഇനി ഈ അടയ്ക്ക് കോംബോവായി സിമ്പിൾ മല്ലിയില ചട്നി തയ്യാറാക്കാം. ഇതിനൊരു മിക്സി ജാറിൽ 1/4 സ്പൂൺ ഉപ്പും 1 പച്ചമുളകും 1 പിടി മല്ലിയിലയും 1 പിടി തേങ്ങയും 1 തുണ്ട് ഇഞ്ചിയും കുറച്ച് വെള്ളവും ചേർത്ത് അരയ്ക്കുക. അരച്ച ചട്നിയിലേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മല്ലിയില ചട്നിയും തയ്യാറായി. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി സേമിയ അട റെഡി. ഇത് മല്ലിയില ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.